കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണോ അതോ പമ്പര വിഡ്ഢികളാണോ എന്ന് സ്വയം അന്വേഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നമുക്കറിയാം ശബരിമല വിഷയം, അതിപ്പോൾ എന്താണ്, സർക്കാർ അതിൽ നിന്ന് മറ്റൊരു നിലപാട് 2018-19 എന്ത് നിലപാടാണോ കൈക്കൊണ്ടത് അതിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അന്ന് തന്ത്രിയെ പോലും അവഹേളിച്ചു. പെരുങ്കള്ളനാണ് തന്ത്രി, അതായത് തന്ത്രി നടയടച്ചു പോകുമെന്ന് പറഞ്ഞല്ലോ, സ്ത്രീകൾ കയറുകയാണെങ്കിൽ ഞാൻ നടയടച്ചു പോകുമെന്ന് പറഞ്ഞു. ആ തന്ത്രിയെ വരെ കളിയാക്കാൻ തയ്യാറായി. എന്നിട്ട് ഇപ്പം പറയുന്നു എന്താ, യാഥാർത്ഥ്യ ബോധത്തിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? എന്ത് വലിയ വികസനം പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ മറ്റ് ഘടകങ്ങൾ സൂചിപ്പിച്ചറിഞ്ഞാലും ഇതൊന്നും ജനത്തിന് മറക്കാൻ പറ്റുമോ? അവരെ വിഡ്ഢികളാക്കിയ, അവരെ പറ്റിച്ചിരിക്കുന്ന ഒരു നേതൃത്വത്തിനെതിരെ അവരെന്ത് നിലപാടെടുക്കും? രണ്ട് കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ശബരിമല വിഷയത്തിൽ നമ്മൾ മലയാള ഭാഷ മലക്കം മറിച്ചിൽ എന്ന് പറയും. ഏതാനും വർഷം മുമ്പ് എടുത്ത നിലപാടിൽ നേരെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ നിലപാടെടുക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ സാധിക്കും, ഒരു ക്ഷമയും പറയാതെ മാപ്പ് പറയാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുധാകരനൊക്കെ ഉയർത്തിയ പ്രശ്നം, നിലപാടില്ലായ്മ. ഇപ്പോൾ ഞാൻ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. ഞാൻ വനിതാ മതിലിനൊപ്പം ഈ ചങ്ങല ഉണ്ടായിരുന്നല്ലോ, ആ ചങ്ങലയിൽ നിന്നൊരാളാണെന്ന് വിചാരിക്കുക. എന്നെ ഈ പാർട്ടി വഞ്ചിച്ചിരിക്കുകയല്ലേ? എന്നെ ഈ പാർട്ടി വഞ്ചിച്ചു. അതിൻ്റെ അർത്ഥം എന്നെ പറ്റിച്ചു. ആയിരക്കണക്കിന് ആളുകളെ പറ്റിച്ചു. എത്ര ആൾക്കാർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയല്ലേ വനിതാ മതിൽ. എന്തിനാ അങ്ങനെ സാധിക്കണതിന് എന്തുകൊണ്ട്? ഇപ്പോൾ ശബരിമല വിഷയത്തിൽ CPM എടുത്ത നിലപാട്, ശബരിമല വിഷയം എന്തോ ആയിക്കോട്ടെ, നമ്മളതിനെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. CPM ശബരിമല വിഷയത്തിൽ എടുത്ത നിലപാടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ നിലപാട് 5 വർഷം കൊണ്ട് 21 ഇലക്ഷൻ അനുഭവം, അല്ലെ പാർലമെൻറ്റ് ഇലക്ഷനിലെ അനുഭവം വരെ പഠിപ്പിച്ചു. ഒന്നിൽ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്, പിണറായി വിജയൻ യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദിയായ പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ട് ശബരിമല അയ്യപ്പൻ ശക്തനാണ് എന്നൊരു വെളിപാട് ചിലപ്പോൾ ഉണ്ടാക്കണം. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെറ്റാണെന്നുള്ള ബോധ്യം കൊണ്ട് വന്നായിരിക്കും. പക്ഷേ ഇവിടെ ഒരു തെറ്റുതിരുത്തുമ്പോൾ, ഒരു ഭരണാധികാരി തെറ്റുതിരുത്തുമ്പോൾ, ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ മഹാത്മാഗാന്ധി എല്ലായിടത്തും കൂട്ടി, പിണറായി വിജയനൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പോഴും പറഞ്ഞു. പക്ഷേ ഗാന്ധിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയും. ഇവിടെ പിണറായി വിജയൻ ഇല്ലാത്തത്, അന്ന് അതും ശരിയായിരുന്നു എന്ന് പറയും. പിണറായി വിജയൻ നാളെ ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പറയും, അന്ന് ഞങ്ങളെടുത്ത ആ നിലപാട് അന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരുന്നു, അന്നത്തെ അയ്യപ്പൻ്റെ അടുത്ത് ആർക്കും പോകാമായിരുന്നു, ഇന്ന് അയ്യപ്പൻ വേറെ. അങ്ങനെ അവസരവാദപരമായി അഭിപ്രായങ്ങൾ മാറാനൊരു ജന്മസിദ്ധമായ കഴിവ് ആർക്ക് കൊടുത്തിട്ടുണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിന്? അപ്പോൾ ഇവിടെ ശബരിമല വിഷയത്തിൽ യുവതീ പ്രവേശനം വേണോ വേണ്ടിയോ എന്നുള്ള പ്രശ്നത്തിൽ ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല. ഉണ്ടോ? കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? അത് പണ്ഡിത സഭ, ഹിന്ദു പണ്ഡിത സഭ തീരുമാനിക്കട്ടെ. കേരളമോ അങ്ങനെ ഒരു സഭ ഹിന്ദുമതത്തിലുണ്ടോ? ഹിന്ദുമതത്തിൽ എല്ലാവരും പണ്ഡിതരാണ്. CPMൻ്റെ കൂട്ടല്ല, നേതാവ് തീരുമാനിക്കുന്ന അതേപടിക്ക് പോരുന്ന അടിമ സംസ്കാരമല്ല ഹൈന്ദവതയ്ക്ക് എനിക്കും നിങ്ങൾക്കും അതിനെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവങ്ങളെ അംഗീകരിക്കാനും തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മറ്റേതങ്ങനെയല്ല. പിണറായി വിജയനൊക്കെ ഫോളോ ചെയ്യുന്ന സിസ്റ്റം അതല്ല. മുകളിൽ നിന്നിരുത്തം പറയുക, അത് അതേപടി താഴെ തട്ടുവരങ്ങി വരിക. ഇപ്പോൾ പിണറായി വിജയൻ പറയുക, അതിനപ്പുറത്തേക്ക് നാളെ എല്ലാ പെണ്ണുങ്ങളും ശബരിമല കയറാൻ പാടില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ CPMകാരായ ഒരു പെണ്ണുങ്ങളും അങ്ങ് പോവുകയില്ല. പക്ഷേ ഇവിടെ മറിച്ചൊരു ഇത് കണ്ടു, കയറിക്കൊള്ളാനുള്ള അനുകൂലമായ നിലപാടെടുത്തിട്ടും കയറാൻ ആളൊന്നുമില്ല. ആ വ്യത്യാസം ശ്രദ്ധിച്ചോ? പിണറായി വിജയൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശിരസാ വഹിക്കാൻ തയ്യാറായിട്ടുള്ള അണികളുണ്ടായിരുന്നു ആർക്ക്? CPMന്. പക്ഷേ ശബരിമല വിഷയം വന്നപ്പോൾ ഈ അണികൾ എവിടെ പോയി? എത്ര പെണ്ണുങ്ങൾ കയറി? എത്ര നേതാക്കന്മാരുടെ ഭാര്യമാരും കർമ്മക്കളും അമ്പലത്തിലേക്ക് ഈ 14 ദിവസത്തെ കഴിഞ്ഞതിന് മുമ്പ് കയറാൻ പോയിട്ടുണ്ടോ? അവിടെയാണ് CPMൻ്റെ ആശയപരമായ പ്രത്യയശാസ്ത്രപരമായ ദൃഢത ദൗർബല്യം എന്ന് പറയുന്നത്. കേവലം ശബരിമല വിശ്വാസത്തിൻ്റെ മുമ്പിൽ പോലും പിന്നോട്ട് പോയി. നമ്മൾ രാവിലത്തെ ഒരു ചർച്ചയിലാണോ കാഷ്വൽ ടോക്കിലാണോ ഒരു കാര്യം പറഞ്ഞു, കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു മിഥ്യ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക. കൃഷിയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്, അപ്പോൾ ആ മിഥ്യ ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ശബരിമല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മക്കൾ പോലും, അല്ലെ പ്രായം തികയാത്ത കാറ്റഗറിയിലില്ലാത്തവർ
ശബരിമലയിലേക്ക് കയറിയില്ല. എന്താ കയറാത്ത? അല്ല, ഇവരുടെ ഒരു വിഡ്ഢിത്തത്തിനെ കുറിച്ചിട്ട് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകൾ കയറിയാൽ മാത്രമേ ഈക്വാലിറ്റി ഉണ്ടാകുള്ളൂ, അല്ലെങ്കിൽ സമത്വം ഉണ്ടാകുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നത് അത്രമാത്രം വിഡ്ഢികൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം പൊങ്കാല, ആറ്റുകാൽ പൊങ്കാലയിൽ പുരുഷൻ കൂടി കയറിയാൽ മാത്രമേ അവിടെ ഒരു സമത്വവും ഈക്വാലിറ്റിയും ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നത് ഒരു വെറും വിഡ്ഢിത്തമാണ് എന്ന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇത് അല്ല, ഗൗതമീരത്തൊരു പ്രശ്നം എന്താണെന്നറിയോ? ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആണുങ്ങൾക്ക് പൊങ്കാലിടാൻ പറ്റിയല്ലോ, അവിടെ ചെല്ലാൻ പറ്റിയല്ലോ, എനിക്ക് വേണ്ട സ്വന്തമായിട്ട് എൻ്റെ വീട്ടിലോ എൻ്റെ പരിസരത്തെ കൂട്ടുകാരും കൂടി പൊങ്കാലിട്ട് ആരും ചോദിക്കുകയില്ല. അത്രയ്ക്ക് മാത്രം ലിബറൽ കൺസെപ്റ്റ്. അതാണ് ഹിന്ദുമതത്തിൻ്റെ ആന്തരിക ശക്തി എന്ന് പറയുന്നത്. ആ ലിബറലിസം ഹിന്ദുമതത്തിൽ ഉള്ളതാണ് അത് ഇപ്പോഴും നിൽക്കുന്നത്. അധികാരമായിട്ട് ബന്ധപ്പെട്ടല്ല ഹിന്ദുമതം നിൽക്കുന്നത്. മറ്റെല്ലാ മതങ്ങൾക്കും അധികാരമായിട്ട് ബന്ധപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല. അധികാര ശക്തികൾ വേണം. രാജാക്കന്മാർ തീരുമാനിക്കും ഏത് ഭാഗത്തേക്ക് പോകണം. ഇവിടെ അങ്ങനെയല്ല. അതായത് സാറ് പറഞ്ഞു വരുന്നത് ഭൗതികപരമായിട്ടുള്ള തുല്യതക്കല്ല ആഗ്രഹിക്കേണ്ടത്, ആന്തരികപരമായിട്ടുള്ള തുല്യതയ്ക്കാണ്. അതല്ലേ സാർ? അതാണ് സത്യം, അതാണ് വേണ്ടതും. അതിന് എത്രമാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇവർ ആന്തരിക സാധനം കൊടുക്കുന്നില്ല. ഇപ്പോൾ സുധാകരൻ വ്യക്തമായിട്ട് പറഞ്ഞു, ആ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ പറയാൻ ലെനിൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയൊരു കൊട്ടേഷനുണ്ട്, നിങ്ങളുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന നേതാവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ടോ നിറതോക്കുമായിട്ടോ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയോ? നേതാവ് കള്ളത്തരം കാണിക്കും, തെറ്റ് കാണിച്ചാൽ ഒരു മടിയും കാണിക്കേണ്ട, നേതാവിനെ ഷൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വെടിയോ കേട്ടോ, തള്ളി താഴെട്ടാവും. അതെങ്കിലും ചെയ്യാൻ കേരളത്തിലെ സഹാക്കൾ തയ്യാറാവുമോ? ഇനിയുണ്ട് പിണറായി വിജയൻ്റെ കാപട്യം ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പറയാം. അതിന് ഏതാനും ആഴ്ച മുമ്പ് വാഗമൺ കുരിശുമലയിൽ ഒരു കുടുംബക്കാരൻ, സഭ പോലുമല്ല, പള്ളി പോലുമല്ല, കുറേ കുരിശ് കൊണ്ട് നാട്ടി അവരുടെ അതിർത്തി സേഫാക്കിയതാണ്. നാളെ കയ്യേറാനുള്ള സൗകര്യം ഉണ്ടാക്കി. അവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ കുരിശ് പറിച്ച് കളഞ്ഞു, സർക്കാർ ഭൂമിയിലുള്ള കുരിശ്. പിണറായി വിജയൻ അലറുകയായിരുന്നു. എന്താ പറഞ്ഞതെന്നറിയോ? ആര് പറഞ്ഞു കുരിശ് പറിച്ച് കളയാൻ? അതൊരു പവിത്രമായ സാധനമാണ്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യാനിയെ പ്രീണിപ്പിക്കാൻ പറ്റുന്ന ചെറിയ നമ്പറിട്ട് നോക്കുകയാണ്. അത് പറഞ്ഞിട്ടാണ് ശബരിമലയിലെ ആചാരലംഘനത്തിന് വിപ്ലവം പറയാൻ വന്നത്. എങ്ങനെ പിണറായി വിജയൻ്റെ ഒരു മതേതര വിശ്വാസിയാകാൻ പറ്റും? മനുഷ്യവിശ്വാസിയാകാൻ പറ്റുമോ? മനുഷ്യ സ്നേഹിയാകാൻ പറ്റുമോ? എങ്ങനെ തമ്മിൽ തെളിയിക്കാമെന്നാണ് നോക്കുന്നത്. രണ്ട് വിഭാഗത്തെ, ക്രിസ്ത്യൻസിനെയും ഹിന്ദുക്കളെ എങ്ങനെ അതിനാണ് രണ്ട് കമ്പാരിസൺ പറയുന്നത്. അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെ തമ്മിൽ തെളിയിക്കാൻ നോക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെളിയിക്കാൻ നോക്കും. ആ ശ്രമങ്ങളിൽ കൂടെയാണ് 10 വോട്ട് കിട്ടാൻ പറ്റുന്നത്. ആദ്യം വലിയ വാചകം അടിച്ചു, 4 വോട്ടിന് വേണ്ടി നിലപാടുകൾ മാറ്റുന്നതല്ല CPM. 4 വോട്ട് വേണ്ട, 1.5 വോട്ടിന് വേണ്ടി, ആ പിച്ചക്കാശിന് വേണ്ടി. ഇപ്പോൾ ഇവിടെ നിലപാട് മാറ്റിയില്ലേ, പരസ്യമായിട്ട് മാറ്റിയില്ലേ? അപ്പോൾ ആരാ ഇവിടെ ക്ഷമ പറയേണ്ട? ആരാ? ഈ നമ്മുടെ ക്ഷേത്രങ്ങളിലൊരു പ്രത്യേക ശയനപ്രദർശനം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. തെറ്റുപറ്റിക്കഴിഞ്ഞാൽ, ഗുരുതരമായ കുറ്റം പറ്റിക്കഴിഞ്ഞാൽ ശയനപ്രദർശനം മാപ്പപേക്ഷിക്കും. ചെയ്യുമോ പിണറായി വിജയൻ? ശബരിമലയിൽ ചെയ്യുമോ ശയനപ്രദർശനം? പിണറായി വിജയൻ ചെയ്യണം അവിടെ. ഇന്നലെ അവരെ എടുത്ത നിലപാട് തെറ്റാണെന്ന് അങ്ങേർക്ക് വിശ്വാസമാണ്. വെറുതെ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ പറയുന്നതല്ല. സത്യസന്ധമായി ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ, അത് പൂർണ്ണ സത്യസന്ധമാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ചെയ്യണം. ആ പ്രായശ്ചിത്തം ചെയ്യണം. ഹിന്ദുമതത്തിന് പ്രായശ്ചിത്തം എന്നാണ് പറയുന്നത്. മറ്റേ ഇവിടെ ഈ റീമ കല്ലിങ്കിനെ പോലുള്ള ആളുകൾ, അങ്ങനെയുള്ള ഇഷ്ടം പോലെ സിനിമാ പ്രവർത്തകരായിക്കോട്ടെ, സാംസ്കാരിക പ്രവർത്തകരായിക്കോട്ടെ, WCC ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഘോരം വന്ന് കൈയടിച്ചതാ. ഏത്? സ്ത്രീകളെ കയറ്റുന്നു, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നു, നവോത്ഥാനം പൂത്തുലയാൻ വേണ്ടി പോവുകയാണ്, സ്ത്രീകൾ കയറിയാൽ മാത്രമേ നവോത്ഥാനം ഉണ്ടാകുള്ളൂ എന്നൊക്കെ പറഞ്ഞവര് പാർട്ടിയുടെ ഇപ്പം ഈ വിരുദ്ധ നിലപാടുണ്ടല്ലോ, ഹിന്ദു മതത്തിലെ പണ്ഡിതർ തീരുമാനിക്കട്ടെ. ഒന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് പാർട്ടി ഇങ്ങനെ നമ്മളെ പറ്റിച്ചു? ഇവരെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇവരെയൊക്കെ നല്ല നൈസായിട്ട് പാർട്ടി തേച്ചിരിക്കുകയാണ്, ഈ നിലപാടെടുത്ത എല്ലാവരെയും. ഇതിൽ ഹിന്ദുമതത്തിൻ്റെ വ്യത്യാസം അതിപ്പോഴും ഓർഗനൈസ്ഡ് ഇതല്ലാത്തത് കൊണ്ട് ഈ പണ്ഡിതർ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇല്ല. ഇപ്പോൾ ശങ്കരാചാര്യരാണ് ഒരു പണ്ഡിതനായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആചാര്യന്മാരുണ്ട്, പലയിടത്തും ഉണ്ട് ശങ്കരാചാര്യന്മാർ. ഇവരെല്ലാം തർക്കിക്കും, ഇവർക്കെല്ലാം പറയാം, വർത്തമാനം പറയാം, പലരും പല രീതിയിൽ പറയും. ചിലർ വിഷ്ണുവിൻ്റെ പറയാൻ നടക്കും, ചിലർ രാമൻ്റെ പറയാം. ഇതെല്ലാം കൂടെ ഒരു കൺസെപ്റ്റാണ്, യൂണിവേഴ്സൽ, പ്രപഞ്ചം, ലോക സംസ്ഥ സുഖനോ ഭവന്തു എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റിൽ മാത്രമാണ് ഹിന്ദുമതം നിൽക്കുന്നത്. ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് ഹിന്ദുമതത്തെ കൊണ്ടുപോകാൻ പറ്റിയില്ല. ആര് വിചാരിച്ചാലും, പണ്ടും പറ്റിയിട്ടില്ല, ഇപ്പോഴും പറ്റിയില്ല, നാളെയും പറ്റിയില്ല. ഒരു രാജാവ് വിചാരിച്ചാലും ഹിന്ദുമതത്തിൽ നിന്ന് മാറ്റാനോ ഇല്ലാതാക്കാനോ പറ്റിയില്ല. ആ കൺസെപ്റ്റിൻ്റെ ബലത്തിലുള്ള ഹിന്ദുമതത്തെയാണ് ഇങ്ങേരി കയറി പറയുന്നത് ഞങ്ങൾ ഇടപെടും. ഇപ്പോൾ പണ്ഡിതസഭ ഇവിടെ നിന്നുണ്ടാക്കും,
ഞങ്ങൾ പറഞ്ഞേക്കാൻ കാര്യമായി പണ്ഡിത സഭ ഉണ്ടായില്ല. ഇവിടെ ഇതിൻ്റെ കാര്യത്തിൽ പറഞ്ഞേക്കാൻ ഒരു വലിയ മാർഗം കിട്ടിയേക്കാം. അതെന്നറിയോ? ഹൈക്കോടതി കയറി ഇടപെട്ടില്ലേ ശബരിമല അന്വേഷണത്തിൽ? SIT ഹൈക്കോടതിയുടെ ഡയറക്ഷനിൽ അന്വേഷണം. ഇപ്പോൾ എന്ത് കുറ്റം സംഭവിച്ച അന്വേഷണത്തിൽ എന്ത് തകരാറ് വന്നാലും പറഞ്ഞതന്നെ എല്ലാ ആരുടെ പടലേക്ക് വയ്ക്കും? ഹൈക്കോടതിയുടെ പടലേക്ക് വെച്ച് ശബരിമലയിലെ അട്ടിമറി കൊള്ള എങ്ങനെ മറച്ചു വയ്ക്കാൻ, അല്ലെ അതിനകത്ത് നിന്ന് ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ പിണറായി വിജയന് സാധിക്കുന്നോ അതേ മാർഗ്ഗം ഇപ്പോൾ വീണ്ടും പരിശോധിക്കുകയാണ്. എല്ലാവരും മാപ്പ് പറയാൻ വന്നിരിക്കുകയാണ്. നാളെ എല്ലാവരും വീട്ടിൽ കയറി മാപ്പ് പറയും. അപ്പം ഈ തട്ടിപ്പ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് പാർട്ടിയോട് ഒരു 100% സ്നേഹം തോന്നുന്നതുകൊണ്ട് കോൺഗ്രസ് ആദ്യം തരുന്ന നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് അതിലിപ്പം നിലപാടില്ലായിരുന്നു കോൺഗ്രസിന് അക്കാര്യത്തിൽ നിലപാട് ആദ്യം ഇല്ലായിരുന്നു. വരട്ടെ, കാത്തിരുന്ന് കാണാം. BJP-ക്കാരെ സജീവമായിട്ട് വന്നു ആചാരം ലംഘിക്കരുതെന്നും പറഞ്ഞു. അതും ആചാരത്തിന് നിർബന്ധമായിട്ട് പിടിച്ചവരാ BJP. കോൺഗ്രസ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. കോൺഗ്രസ് ഹിന്ദു മതത്തിന് അതിൻ്റേതായ തീരുമാനങ്ങളുണ്ടാകും. ആ തീരുമാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നേ. എന്തെല്ലാം പരിഷ്കാരങ്ങൾ ഹിന്ദുമതത്തിൽ വന്നു. സതി ഹിന്ദുമതത്തിൽ നടന്നുകൊണ്ടിരുന്നല്ലോ, ഇപ്പോൾ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഒത്തിരി ആരോപണം. പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാറ്റേണ്ട പരിഷ്കാരങ്ങളെ മാറ്റേണ്ട അനാചാരങ്ങളെ മാറ്റുക തന്നെ വേണം. അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വേണം. പക്ഷേ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്ന് പറയുന്നത് ഒരു അത്രയും വലിയ അനിവാര്യതയാണോ? അല്ലെങ്കിൽ ലോകം ഇടിഞ്ഞു വീഴുമോ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയിട്ടില്ലെങ്കിൽ? അല്ല, സ്ത്രീകളെ കയറ്റണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രചരണം ഹിന്ദുമതത്തിൽ തന്നെ തുടങ്ങണമെന്നേ. വലിയ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് ക്ലാസ്സുകളൊക്കെ എടുത്ത് ഇവരുടെ ചെറുകോൽപ്പുഴ പോലുള്ള സമ്മേളനങ്ങളിൽ ആളെ വിളിച്ച് അവിടെ ഒരു തർക്കം ഉണ്ടാകും. സ്വാമിമാരെല്ലാം വരും, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കഴിഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് ബോധ്യപ്പെട്ടുന്നിരിക്കട്ടെ, ഇത് കയറ്റുന്നുണ്ട്, കുഴപ്പമില്ലാന്ന് ആചാരപരമായി തന്നെ ശരിയാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാ പ്രശ്നം? അങ്ങനെ ഒരു തർക്കത്തിനല്ല ഇവർ പോകുന്നത്. ഇവർ അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്നുള്ള ധാരണയുള്ളൂ. ഞങ്ങൾ കയറ്റും. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചെയ്യുന്നുണ്ട്. അത് എത്രയെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുറംവാതിൽ നിയമനത്തെക്കുറിച്ച്, ടെമ്പററി ആയിട്ട് ആൾക്കാരെ നിയമിച്ചിട്ട് സ്ഥിരപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇതൊന്നും നടപ്പാക്കണ്ട. ഈ ഒരു കാര്യം വന്നപ്പോൾ പിണറായി വിജയന് കോടതി ബഹുമാനായി, കോടതിയുടെ സ്നേഹമായി. അതാണ് പിണറായി വിജയൻ. അത് ശബരിമല ഈ അടുത്ത കാലത്ത് ശബരിമല കൊണ്ടുണ്ടായ നേട്ടം, അവിടെ പോയ സ്വത്ത് കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ വേറെ പ്രശ്നം. അതിനേക്കാളൊക്കെ വലിയ നേട്ടം പിണറായി വിജയൻ എന്നുള്ള മനുഷ്യനെ നഗ്നനാക്കി നമ്മുടെ സമൂഹത്തിൽ കൊണ്ടു നിർത്തിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. താൻ ഇതാണ്, പിണറായി വിജയൻ ഇതാണ്, പിണറായി വിജയനായിട്ട് ബന്ധപ്പെട്ടവരിതാണ്, പിണറായി വിജയൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ളതാണ് എന്ന് കൃത്യമായിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് ജനങ്ങൾ, അതായത് ഈ വനിതാ മതിലിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആളുകളെ തന്നെയാണ് വിഡ്ഢികളാക്കിയിരിക്കുന്നത്. അതായത് വനിതാ മതിലിൻ്റെ കൂടെ അണിനിരക്കാനായിട്ട്, ചങ്ങലയ്ക്ക് കൂടെ അണിനിരക്കാനായിട്ട് ആരൊക്കെ പോയോ അവരെല്ലാം യഥാർത്ഥത്തിൽ പമ്പര വിഡ്ഢികളായിരിക്കുകയാണ്. ആ വിഡ്ഢിത്തത്തിന് അവരെ വിഡ്ഢികളാക്കിയതിനൊരു പ്രതികാരം ചെയ്യാൻ അവസരം ഇപ്പോൾ വരുന്നുണ്ട്. അത് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും നോക്കാം.